ഒരു 2-3 മാസത്തെ ശമ്പളം കൊടുത്തിട്ട് വേണം ഞങ്ങൾ ഒരു ടിക്കറ്റ് എടുക്കാൻ. ഞങ്ങൾ വോട്ട് തന്ന് രാജ്യസഭയിലേക്കും നിയമസഭയിലേക്കും പഞ്ചായത്തിലേക്കും ജില്ലയിലേക്കും പറഞ്ഞയക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? കാസർഗോഡിന്റെ സർവ്വശക്തിയും ആഞ്ഞ് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാം തുടങ്ങുന്ന നമ്മുടെ കാസർഗോഡ്. എൻ്റെ പ്രിയപ്പെട്ട കാസർഗോട്ടെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ കഴിഞ്ഞ മാസങ്ങളിൽ തദ്ദേശ ഭരണത്തിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു, നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു, ഭരണം മാറി വന്നു, പുതിയ ആൾക്കാർ വരുന്നു. പക്ഷെ കാസർഗോഡിനോടുള്ള ചിന്താഗതികൾ മാറുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്നത്തെ കാലത്ത് മാറാനാണ്? അവഗണിച്ച് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു കാലഘട്ടങ്ങളായിട്ട്. ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു കാസർഗോഡ് സ്വദേശിയെ സ്വദേശം ചോദിച്ചുകൊണ്ട് മാറ്റി നിർത്തിയും കൊണ്ട് അപമാനിച്ചു. അങ്ങനെ ഞാൻ പാൻ്റ് അയച്ചു, അണ്ടർവെയർ വേറെ അയച്ചു, എല്ലാം അയച്ചിട്ട് ഇവർ പൂർണ്ണ നഗ്നമായിട്ട് തന്നെ മൊത്തത്തിൽ എൻ്റെ പ്രൈവറ്റ് പാർട്സ് എല്ലാം പരിശോധിച്ച് നോക്കി. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം മുമ്പുണ്ടായിട്ടില്ല. കാര്യം അതിൻ്റെ വീഡിയോ ക്ലിപ്സും മറ്റു CCTV ദൃശ്യങ്ങളും ഒക്കെയും പുറത്തുവിടട്ടെ. കസ്റ്റംസ് ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും CCTV ഇല്ലാത്ത ഏരിയ ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു പ്രവാസി നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നത് സ്വന്തം കുടുംബത്തെ കാണാനാണ്. പക്ഷെ മറ്റേതെങ്കിലും ഒരു തരത്തിലൂടെയാണ് നമ്മൾ നോക്കിക്കണ്ടുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലുള്ള ചെക്കിങ്ങുകൾ നടത്തിയും കൊണ്ട് അപമാനിച്ചു വിടുക എന്ന ഒരു ചിന്താഗതി നിങ്ങളെന്നും മാറ്റും. മനസ്സിലാക്കുക, കാലങ്ങളായിട്ട് ഞങ്ങൾ ഒരു എയർപോർട്ടിന് യാത്രാ സൗകര്യത്തിന് വേണ്ടി കരഞ്ഞു വിളിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയോട് ചോദിച്ചത് എന്തുകൊണ്ട് മംഗലാപുരത്ത് ഇറങ്ങിയില്ല എന്നുള്ള ചോദ്യമാണ്. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കാനുള്ളത് നമ്മുടെ നികുതി പണം കൊണ്ട്, നമ്മുടെ ടാക്സ് കൊണ്ട്, ഞങ്ങളുടെ വിദേശത്ത് ഞങ്ങൾ പണിയെടുത്ത ഓരോ ദൃഹത്തിൻ്റെയും റിയാലിൻ്റെയും ഡോളറിൻ്റെയും പങ്ക് പറ്റിയും കൊണ്ട് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ ടാക്സ് പിടിച്ച് ശമ്പളം തരുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ട് കാസർഗോട്ടേക്ക് സ്വന്തമായിട്ടൊരു വിമാനത്താവളം തരുന്നില്ല? എങ്കിൽ ഞങ്ങൾ മുറ്റത്ത് വന്നിറങ്ങാം. ഒരു 2-3 മാസത്തെ ശമ്പളം കൊടുത്തിട്ട് വേണം ഞങ്ങൾ ഒരു ടിക്കറ്റ് എടുക്കാൻ. അത് മനസ്സിലാക്കണം ആദ്യം. അത്രയും വില കൊടുത്ത് എവിടെയെങ്കിലും 100-200 ദിർഹം കുറഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ആ വഴി കൂടെ വരാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ വഴിയും മാർഗവും തടസ്സപ്പെടുത്തുക മാത്രമല്ല അധിക്ഷേപിച്ചു വിടുന്ന ഈ ചിന്താഗതി മാറ്റുന്നില്ല എങ്കിൽ കാസർഗോഡിന്റെ സർവ്വശക്തിയും ആഞ്ഞ് തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എക്കാലത്തും കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായിട്ട് കാസർഗോട്ടെ പ്രവാസി സമൂഹമെങ്കിലും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.